നമ്മുടെ ഫസ്റ്റ് പ്രോസസ് ഇന്ന് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യുന്ന പോകുന്നത് ഒരു ഹെക്സഗണൽ ബോൾട്ടാണ്. ഇത് ഓട്ടോ കാഡിലാണ് ഞാൻ ഈ ബോൾട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓട്ടോ കാഡ് ഓപ്പൺ ചെയ്യാം. പിന്നെ 3D മോഡലിംഗ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി പോളിഗൺ ചൂസ് ചെയ്തിട്ട് 6 എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻസ്ക്രൈബ് സർക്കിൾ സെലക്ട് ചെയ്യാം. 20 എൻ്റർ ചെയ്യാം. ഒരു ഹെക്സഗൺ വന്നു. അതായത് നമുക്ക് സെൻറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കും. അതിനുവേണ്ടി നമ്മൾ ലൈൻ എടുത്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം. 10 mm ഒരു സർക്കിൾ വരയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ഔട്ടറിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് 3D വ്യൂവിലോട്ട് മാറ്റാം. അപ്പോൾ ടോപ്പ് അതിൻ്റെ റൈറ്റ് കോർണറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മൾ എക്സ്ട്രൂഡ് എടുത്തിട്ട് ഈ സർക്കിള് സെലക്ട് ചെയ്യാം. എൻ്റർ നിൽക്കുക. എന്നിട്ട് ഒരു 60 mm നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. നമുക്ക് 3D പോലെ കാണണമെങ്കിൽ നമ്മൾ ഒരു റിയലിസ്റ്റിക് വ്യൂ എടുത്തിട്ട് നോക്കാം. അടുത്ത നമ്മൾ ഹെക്സഗൺ എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് എടുക്കുക, ഹെക്സഗൺ സെലക്ട് ചെയ്യുക, എൻ്റർ നിൽക്കുക. അങ്ങനെ ഒരു 20 mm ഹെക്സഗൺ എക്സ്ട്രൂഡ് ചെയ്യാം. അടുത്ത് നമുക്ക് അതേപോലെ സർക്കിളും എക്സ്ട്രൂഡ് ചെയ്യും. എക്സ്ട്രൂഡ് എടുക്കുക, സർക്കിൾ സെലക്ട് ചെയ്യുക, എൻ്റർ നിൽക്കുക, 20 mm അടിച്ചിട്ട് എൻ്റർ നിൽക്കുക. അടുത്ത് നമുക്ക് ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് ഈ കോർണർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫില്ലറ്റ് എടുക്കുക, ഈ സർക്കിളിന്റെ എഡ്ജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് 3 mm റേഡിയസിൽ നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫില്ലറ്റ് എടുക്കുക, താഴത്തെ സർക്കിൾ സെലക്ട് ചെയ്യുക, അതേപോലെ 3 mm നോക്കിയിട്ട് എൻ്റർ അടിക്കാം. അടുത്ത നമുക്ക് സോളിഡ് ഇന്റർസെക്റ്റ് ആണ് ചെയ്യേണ്ടത്. അതിന് സോളിഡ് ഇന്റർസെക്റ്റ് എടുക്കാം. നമ്മൾ സോളിഡ് ഇന്റർസെക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സർക്കിൾ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഹെക്സഗൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഹെക്സഗൺ ആ ഷേപ്പിലോട്ട് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഹെലിക്സ് വരയ്ക്കാം. റെഡ് ഹെലിക്സ്. നമ്മൾ അതിന് ഡ്രോയിങ്ങിൽ പോവുക, ഒരു ഹെലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് സെലക്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ മേലത്തെ സർക്കിളിന്റെ സെന്ററിൽ കൊണ്ടുവന്നിട്ട് 10 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കും. അതിന്റെ പിന്നെയും ഒരു 10 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. ഇനി നമുക്ക് എത്ര ടേൺസ് ആണോ അത്ര ടേൺസ് സെലക്ട് ചെയ്യാം. അതിന് നമ്മൾ താഴെ ടേൺസ് ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള ടേൺസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 15 ആണ് ആഡ് ചെയ്യണത്. 15 ടൈപ്പ് ചെയ്തു, എൻ്റർ ആക്കി. നമുക്ക് എത്ര ഹൈറ്റ് വേണം, 40 mm നമുക്ക് കൊടുക്കാം. അടുത്ത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ പോളിഗൺ എടുക്കുക, 3 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അതിൽ ഇൻസ്ക്രൈബ് ദ സർക്കിൾ സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒരു 0.5 mm ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഒരു ട്രയാങ്കിൾ കിട്ടും. നമ്മൾ അടുത്ത് സ്വീപ്പ് എടുക്കുക, ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വരച്ച ഹെലിക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ത്രെഡ് പോലെ ഫോം ആക്കി കാണാം. അതിന് നമുക്ക് ആ ത്രെഡ് അകത്തോട്ട് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മേളിൽ സബ്ട്രാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സർക്കിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹെലിക്സ് സെലക്ട് ചെയ്യുക. അകത്ത് കണ്ട ഒരു കട്ടിങ് പോലെ വന്നു. അപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ ബോൾട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് STL ഫയലിലോട്ട് ഇത് മാറ്റണം. നമ്മൾ ഈ മേളിൽ കാണുന്നത് ഈ ഓട്ടോക്യാഡിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് എന്നുണ്ടാവും, എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക, ഒരു അതർ ഫോർമാറ്റ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് നെയിം അടിച്ചെടുക്കാം, M20 ബോൾട്ട്. അടുത്ത നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം, ലിത്തോഗ്രഫി ഫയൽ അല്ലെങ്കിൽ .stl ഫയൽ.
ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഒന്ന് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫയൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചോദിച്ചിട്ട് വരും സെലക്ട് സോളിഡ് അല്ലെങ്കിൽ വാട്ടർ ടൈപ്പ് മെഷസ്. അത് ഈ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫയൽ സേവ് ആവുള്ളൂ. ഇനി നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ഹെക്സണൽ ബോർഡ് സ്ലൈസ് ചെയ്ത് ജി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ ക്യൂറ. വേറെ പല സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്, പക്ഷെ അവിടെ ക്യൂറ എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി സിമ്പിൾ ആണ് ഈ സോഫ്റ്റ്വെയർ. ഫസ്റ്റ് നമുക്ക് നേരത്തെ സേവ് ചെയ്ത STL ഫയലിൽ സേവ് ചെയ്ത ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടിന്റെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഫയല് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്ക് കണ്ടാൽ ഹെക്സഗണൽ ബോട്ട്, നമ്മൾ നേരത്തെ ചെയ്ത ഹെക്സഗണൽ ബോട്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹെക്സഗണൽ ബോട്ട് നമുക്ക് മൂവ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, മിറർ ചെയ്യാം. അതുപോലെ കുറെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഇവിടെ മെയിൻ വന്നത് പ്രിന്റ് സെറ്റിംഗ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ പ്രിന്റ് സെറ്റിംഗ്സിൽ ക്വാളിറ്റി നോക്കാം, വോൾസ് നോക്കാം, സ്പീഡ്, ഇൻഫില്ല്, മെറ്റീരിയൽ, ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള നമ്മുടെ പ്രിന്റ് സെറ്റിംഗ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കും. നമ്മൾ പ്രിന്റ് സെറ്റിംഗ്സ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലൈസ് കൊടുക്കാം. സ്ലൈസ് കൊടുത്തിട്ട് ഇവിടെ ടൈം ഡ്യൂറേഷൻ കാണിക്കും. അപ്പൊ ഈ നമ്മുടെ ഹെക്സമോട്ട് എടുക്കാനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് ആണ്. അതിന് ആവശ്യമുള്ളത് പറയുമ്പോൾ 10 ഗ്രാം ഫിലമെന്റും 3.44 മീറ്ററുള്ള ഫിലമെന്റുമാണ്. നമുക്ക് അപ്പുറം ഇത് സേവ് ചെയ്യാം. സേവ് ടു ഡിസ്ക് ചെയ്യുക, നമ്മൾ നെയിം മാറ്റി കൊടുക്കാം. കണ്ട ഇവിടെ ജി കോഡിലായിട്ടാണ് നമ്മുടെ ഫയൽ സേവ് ആവുന്നത്. സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫയൽ സേവ് ആയി. നമുക്ക് പ്രിന്റ് പ്രിവ്യൂ നോക്കാം. പ്രിന്റ് പ്രിവ്യൂ നമ്മൾ ഇപ്പൊ കാണാം, ഇത് ഓരോ ലെയറിന്റെ പ്രിവ്യൂ ആണ്. ഇതിൽ 300 ലെയേഴ്സ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ലെയറിന്റെ പ്രിവ്യൂ ഉണ്ട്. നമ്മൾ സേവ് ചെയ്ത ഈ ഫയല് നമ്മൾ ഇനി SD കാർഡിലോട്ട് മാറ്റണം. ആ SD കാർഡിൽ നമ്മൾ പിന്നെ 3D പ്രിന്ററിൽ ഇൻസേർട്ട് ചെയ്യണം.